നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് വെൻ ഡയഗ്രാംസ് ആണ്. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച സെറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ പിക്ചോറിയലി റെപ്രസെൻറ്റേഷൻ നടത്തുന്ന ഡയഗ്രത്തിനെ വിളിക്കുന്നതിന് വെൻ ഡയഗ്രാം. എ വെൻ ഡയഗ്രാം ഈസ് എ pictorial representation of cells in which set are represented by enclosed area in the plane. അതായത് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് ഏരിയ എടുക്കുന്നു. ഒരു പ്ലെയിനിൽ നമ്മളൊരു എൻക്ലോസ്ഡ് ഏരിയ മാർക്ക് ചെയ്യുന്നു. ആ എൻക്ലോസ്ഡ് ഏരിയയ്ക്കകത്ത് നമ്മൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അവിടെ യൂണിവേഴ്സൽ സെറ്റ് യു ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇൻറ്റീരിയർ ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ അതർ സെറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഡിസ്ക് ലൈൻ വിതിൻ ദ റെക്റ്റാങ്കിൾ. ബാക്കിയുള്ള സെറ്റുകളെല്ലാം ഈ റെക്റ്റാങ്കിളിനകത്ത് ഡിസ്കിൻ്റെ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് യു ആണ്. ഇവിടെ നമുക്കിപ്പം എ ഇൻ്റർസെക്ഷൻ ബി, ഇതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഇതാണ് എ എന്ന് പറയുന്ന പോർഷൻ, ഇത് നമ്മൾ ബി എന്ന് പറയുന്ന പോർഷൻ വരയ്ക്കുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത് ഈ പോർഷനെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി. അവിടെ എ ഇൻ്റർസെക്ഷൻ ബിയെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എ ഇൻ്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ റെക്റ്റാങ്കിൾ യു വരയ്ക്കുക, എയും ബിയും വരയ്ക്കുക. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുമ്പോൾ ആ കോമൺ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയും ബിയും ഡിസ്ജോയിൻ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിലോ യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിനകത്താണ് ബാക്കിയുള്ള സെറ്റുകളെയെല്ലാം നമ്മൾ വെൻ ഡയഗ്രത്തിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും ഡിസ്ജോയിൻ്റ് ആയിട്ട് വരയ്ക്കാൻ വേണം. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ എന്താണ്, ഇവിടെ എയും ബിയും എന്താണ് ഡിസ്ജോയിൻ്റ് ആണ്. അവ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, ജോയിൻ്റ് ചെയ്തിട്ടില്ല. എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിനി അങ്ങോട്ട് ഓരോ ടോപ്പിക്കുകളുണ്ട്. ഇനി എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി, അത് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി, എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ആദ്യം വരയ്ക്കണം. ഓക്കെ, എയുടെ വെളിയിലായിരിക്കും ആര് വരേണ്ടത്, ബി വരേണ്ടത്. എയുടെ വെളിയിലാണ് ബി വരേണ്ടത്, ബിക്ക് അകത്ത് വേണം എ കിടക്കാൻ. അപ്പം ഇത് എന്തിൻ്റെ വെൻ ഡയഗ്രാമാണ്, എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബിയുടെ വെൻ ഡയഗ്രാം. അപ്പം ബി ഏറ്റവും വലിയ അതിനകത്ത് എ വരും. ഇനി തിരിച്ച് ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ ആണെങ്കിലോ യൂണിവേഴ്സൽ സെറ്റ് യു ആണ്. ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ആര് വെളി വരണം, എ ആയിരിക്കണം ഏറ്റവും വെളി വരേണ്ടത്. അതിനകത്ത് വരണം ആര് വരേണ്ടത്, ബി. ഏറ്റവും അകത്ത് വരുന്നത് ബി ആണ്, വെളിയിലായിരിക്കും എ വരുന്നത്. ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് നമ്മൾ എന്താണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റിനെ വിളിക്കുന്നതാണ് വെൻ ഡയഗ്രാം. അപ്പം നമ്മളൊരു എൻക്ലോസ്ഡ് ഏരിയയ്ക്കകത്ത് സെറ്റുകളെ എന്ത് ചെയ്യുന്നു, ഡിസ്കുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. യൂണിവേഴ്സൽ സെറ്റ് യുവിനെ നമ്മൾ ഇൻറ്റീരിയർ ഓഫ് എ റെക്റ്റാങ്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ബാക്കിയുള്ള സെറ്റുകളെ നമ്മൾ ഈ റെക്റ്റാങ്കിളിനകത്ത് ഡിസ്കുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എയും ബി ഡിസ്ജോയിൻ ആണ്, ഇതാ ഈ രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ ഇനി എയിലുണ്ട് ബിയിലില്ല, ആ രീതിയിൽ വരുന്നത് നമ്മൾ സെറ്റ് ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ അതൊക്കെ വരുന്നുണ്ട്. നമ്മൾ എടുക്കുന്നു, സെറ്റുകൾ എടുക്കുന്നു. ആ സെറ്റിനകത്തെ കുറച്ച് എലമെൻസുകൾ എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി അല്ലേ. എയും ബിയും ഉണ്ട്, എയിൽ മാത്രമേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബിയിൽ പോലുമില്ല, എയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പോർഷനാണ്. എയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പോർഷൻ മാത്രം മാർക്കണം. ഇൻ്റർസെക്ഷൻ പോർഷൻ വരുമോ, ഇല്ല. ഇനി ബിയിൽ മാത്രമേ ഉള്ളൂ, എയിൽ ഇത് യൂണിവേഴ്സൽ സെറ്റ് യു. ഓക്കെ, ഇത് യൂണിവേഴ്സൽ സെറ്റ് യു. എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല എന്ന് പറഞ്ഞാലോ ഇതാണ് എ എന്ന് പറഞ്ഞ സെറ്റ്, ഇത് ബി എന്ന് പറഞ്ഞ സെറ്റ്. ബിയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ബി മാത്രം ഷെയ്ഡ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് എന്താണ് എയിൽ, ഇതിൻ്റെ അർത്ഥം എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. ഇതെടുത്താലോ ഓബ്ജക്ട്സുകൾ എടുക്കുന്നു, ഓബ്ജക്ട്സ് എയിൽ മാത്രമേ ഉള്ളൂ, അത് ബിയിലില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഇൻ്റർസെക്ഷൻ വന്നാൽ ഇങ്ങനെ, ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെ, എ സബ്സെറ്റ് ബി ആണെങ്കിൽ ഇങ്ങനെ, ബി സബ്സെറ്റ് എ ആണെങ്കിൽ ഇങ്ങനെ, എയിൽ മാത്രമേ ഉള്ളൂ ബിയിലില്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ, അല്ല ബിയിൽ മാത്രമേ ഉള്ളൂ എയിലില്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ. ഓക്കെ, ഇതാണ് വെൻ ഡയഗ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി എയിലും ഇല്ല ബിയിലും ഇല്ല എന്ന് വെച്ചാൽ ആരെയും ഷെയ്ഡ് ചെയ്യേണ്ട. മനസ്സിലായോ? എയിലും ബിയിലും ഇല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ മാത്രം വരച്ചിട്ടാൽ മതി, ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് വെൻ ഡയഗ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ജസ്റ്റ് വെൻ ഡയഗ്രത്തിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ റെപ്രസെൻറ്റേഷനും ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. നമുക്കിനി പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അന്നേരം നമുക്ക് അതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. ഓക്കെ.